ഞാനിപ്പോഴുള്ളത് ഫാത്തിമ ഐലൻഡിലാണ്. കൊല്ലം ഡിവിഷനിലെ 3ാമത്തെ ഡിവിഷനിലുള്ള ഉൾപ്പെട്ട ഒരു തുരുത്താണ്. ഈ തുരുത്തിൽ വെള്ളം കിട്ടാതായിട്ട് കഴിഞ്ഞ 8 ദിവസങ്ങളായി എന്നുള്ളതാണ്. കാലങ്ങളായിട്ടുള്ള കുടിവെള്ള പ്രശ്നം പക്ഷേ അതിന്റെ രൂക്ഷമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു. തുടർച്ചയായിട്ട് 8 ദിവസമായി വെള്ളം ഇല്ല എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒപ്പം ചേരുന്നത് ഇവിടുത്തെ കൗൺസിലറായിട്ടുള്ള ദീപുവാണ്. ദീപുചേട്ടാ, വളരെ കാലമായിട്ടുള്ള ഒരു പ്രശ്നമാണെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എങ്കിലും തുടർച്ചയായിട്ട് 8 ദിവസമായി വെള്ളമില്ല. ഇത് പ്രധാനപ്പെട്ട അധികാരികളെ നിങ്ങൾ അറിയിച്ചിരുന്നോ? കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ ഈ പ്രദേശങ്ങളിൽ വെള്ളം കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാട്ടർ ടാങ്ക് ഉണ്ട്. ആൽത്രമൂട് എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആ വാട്ടർ ടാങ്കിൽ ശാസ്താംകോട്ടയിൽ നിന്നുള്ള വെള്ളം വന്ന് കയറിയതിന് ശേഷമാണ് ഈ ശക്തികുളങ്ങര സോണൽ പരിധിയിൽ വരുന്ന 7 ഡിവിഷനുകളിൽ കൃത്യമായിട്ട് വെള്ളം എത്തുന്നത്. അതിൽ നമ്മുടെ ഡിവിഷനിൽ വരുന്ന 9ഓളം തുരുത്തുകളിലും ജനവാസമുള്ള 9ഓളം തുരുത്തുകളിലും കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത് ഈ മാർഗം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ചവറ പാലത്തിന് സമാന്തരമായി നിൽക്കുന്ന പാലത്തിൽ കൂടി ശാസ്താംകോട്ടയിൽ നിന്നുള്ള വെള്ളം വരുന്ന ലൈൻ തകർന്ന് കനാലിൽ വീഴുകയാണ് സംഭവിച്ചത്. അതുകൊണ്ട് വർക്ക് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾക്കറിയാം. പക്ഷേ നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ ബദൽ സംവിധാനമാണ് നമുക്ക് വേണ്ടത്. ഇപ്പം കരമേഖലകളാണ് എന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ്റെ വാട്ടർ ടാങ്കുകളിൽ കൊണ്ടുവന്ന് നമുക്ക് വെള്ളം എത്തിക്കാൻ പറ്റും. എന്നാൽ പോലും ഒരു ദിവസം 3-4 ടാങ്കർ വെള്ളം തന്നു കഴിഞ്ഞാൽ 20,000 അല്ലെങ്കിൽ 27 ലിറ്റർ വെള്ളം തന്നു കഴിഞ്ഞാൽ ഈ 10,800 വീടുകളിൽ വെള്ളം ഇല്ലാത്തിട്ട് നമുക്കത് എങ്ങും എത്തിക്കാൻ കഴിയില്ല നമുക്ക്. പിന്നെ തുരുത്ത് മേഖലകളിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് 8 തുരുത്തുകളിൽ 4 തുരുത്തുകളിൽ നമുക്ക് സൈഡ് വാൾ കണക്ക് റോഡുണ്ട്. ആ 4 തുരുത്തുകളിൽ നമുക്ക് വള്ളത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗ്ഗത്തിൽ കൂടെ വെള്ളം എത്തിക്കാൻ കഴിയും. പക്ഷേ ബാക്കി വരുന്ന 4 തുരുത്തുകളിൽ നമുക്ക് ഒരു തരത്തിലും വെള്ളം എത്തിക്കാനുള്ള ഒരു മാർഗ്ഗമില്ല. അപ്പം ഈ ഫാത്തിമ ഐലൻഡിൽ തന്നെ 2 ദിവസം വെള്ളം ടാങ്കറിൽ ഫാത്തിമ ഐലൻഡ് പാലത്തിൽ കൂടി 2 ദിവസം വെള്ളം എത്തിക്കുകയും അതുകൂടാതെ വള്ളത്തിൽ ഒരു 3000 ലിറ്റർ ടാങ്ക് വെച്ച് 2 പ്രാവശ്യമായിട്ട് വെള്ളം എത്തിച്ച്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 120ഓളം കുടുംബങ്ങൾ താമസിക്കുന്നിടത്ത് 10, 20 അല്ലെങ്കിൽ 10, 30 കുടുംബങ്ങൾക്ക് മാത്രം നമുക്ക് വെള്ളം എത്തിക്കാൻ കഴിയുള്ളൂ. ഉള്ളിലോട്ട് നിൽക്കുന്ന കുടുംബങ്ങളിലൊന്നും തന്നെ കൃത്യമായിട്ട് വഴികളോ എല്ലാം കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെ നമുക്കത് എത്തിക്കാനായിട്ടുള്ള ഒരു സംവിധാനം നമുക്കില്ല. ഒരു ട്രിപ്പ് നമ്മൾ വള്ളത്തിൽ വെള്ളം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഒരു 6000 ലിറ്റർ വെള്ളം 2 വെട്ടമായിട്ട് വള്ളത്തിൽ കൊണ്ടുവരുന്നതിന് നമുക്കൊരു 3000-3200 രൂപയ്ക്ക് മേളിൽ ചെലവ് വരുന്നതാണ്. ഇത് ഒന്നേ കൗൺസിലറുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ കണ്ട് അവരുടെ കയ്യിൽ നിന്ന് സഹായം എന്നുള്ള രീതിയിൽ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അടിയന്തരമായി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നീണ്ടു പോകുകയാണ് എന്നെങ്കിൽ ഇതിന്റെ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നീണ്ടു പോകുകയാണെങ്കിൽ ബദൽ മാർഗ്ഗം എന്ന രീതിയിൽ വള്ളങ്ങളിൽ എങ്ങനെയെങ്കിലും വെള്ളം എത്തിക്കാൻ പറ്റുന്ന 2-3 വള്ളങ്ങൾ അറേഞ്ച് ചെയ്യണം. അതേപോലെ ഈ 20,000 അല്ലെങ്കിൽ 27,000 അല്ലെങ്കിൽ 30,000 ലിറ്റർ വെള്ളം കിട്ടിയിട്ട് ഒരു തരത്തിലും എത്തത്തില്ല. ഏറ്റവും കുറഞ്ഞ നമ്മുടെ ഡിവിഷനിൽ ഒരു 10-80,000 ലിറ്റർ വെള്ളമെങ്കിലും കൃത്യമായിട്ട് എത്തിയെങ്കിൽ മാത്രമേ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയത്തുള്ളൂ. ചേച്ചി, ഇപ്പോൾ ഇന്ന് വെള്ളം എടുക്കാൻ പോയ ഒരു ചേച്ചിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. വളരെ ദാരുണമായിട്ടുള്ള ഒരു അന്ത്യമായിരുന്നു. ഇപ്പോൾ നിങ്ങളൊക്കെ വെള്ളം ഇങ്ങനെ എടുക്കാൻ പോകുന്നവരാണല്ലോ അല്ലേ? എടുക്കാൻ പോകുമ്പോൾ അങ്ങനെ ഒരു ഭയമുണ്ട്. പിന്നെ എനിക്കെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ എടുക്കാൻ ആളുമില്ല. നമുക്ക് പോകാൻ വീടാണെങ്കിൽ ഉള്ളോട്ട് നിൽക്കുക. നമുക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യം ഇതുവരെ നമുക്ക് വെള്ളം കിട്ടിയിട്ടില്ല. ഞാൻ അപ്പുറത്തെ വീട്ടിൽ അവരെ കയ്യിൽ നിന്ന് 2 പ്രാവശ്യമായിട്ട് ഇച്ചിരി ഒരു കുടം ഒരു ബക്കറ്റ് വെള്ളം ഞാൻ മേടിച്ചത്. അല്ലാതെ എനിക്ക് വീട്ടിൽ എടുക്കാൻ പോലും ആളില്ലാത്ത സാഹചര്യമാണ്. ഇവിടെ ഞാൻ ജോലിക്ക് പോകുന്ന വ്യക്തിയാണ്. ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇവിടെ വള്ളത്തിൽ കൊണ്ടുവന്ന് വെള്ളം കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ കാണത്തില്ല. അങ്ങനെ എനിക്ക് വെള്ളം കിട്ടിയിട്ടുമില്ല. പിന്നെ അവിടെ അപ്പുറത്തുനിന്ന് ഞാൻ ഒരു കുടം വെള്ളം ഞാൻ മേടിച്ചതാണ് 2 പ്രാവശ്യമായിട്ട്. അല്ലാതെ ഞങ്ങൾക്ക് വെള്ളം കിട്ടില്ല. വെള്ളത്തിന്റെ കാര്യം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഇവിടെ ഇപ്പോൾ തുരുത്തിലെ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ, പ്രായാധിക്യമായവരുണ്ട്, അതുപോലെ തന്നെ രോഗങ്ങളിൽ കഴിയുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളം എടുക്കുന്നതിന് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് ഈ അവസ്ഥ. വെള്ളം എടുക്കാനായിട്ട് ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ ഭർത്താവിന് ഹാർട്ട് രോഗമാണ്. എനിക്ക് മസിൽ ഡിസ്കോപ്പി എന്ന് പറഞ്ഞ രോഗം, തളരുന്ന രോഗമാണ് എൻ്റെ. അപ്പോൾ 2 പേർക്ക് എടുക്കാൻ പോകാൻ പറ്റില്ല. ഭർത്താവ് അതോ എടുക്കാൻ പോയി ഇങ്ങനെ വെള്ളങ്ങളൊന്നും പൊക്കിക്കൂടെ ഭർത്താവിന്. എടുക്കാൻ പോയാൽ തന്നെ അതോ നടുക്ക് വെച്ച് വല്ല അറ്റാക്ക് വന്ന് കിടന്നാൽ പോലും അറിയത്തില്ല. ആ രീതിയിൽ ഇങ്ങനെയുള്ള വെള്ളങ്ങളൊന്നും ഭർത്താവിന് പൊക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങളുടെ ഗതികേട് കൊണ്ട് ഭർത്താവ് എനിക്ക് എങ്ങനെയും കഷ്ടപ്പെട്ട് ഒത്തിരി പാടുപെട്ട് ഇരുന്നു എണീച്ചും ഒക്കെ കിതയ്ക്കുന്നു. ഈ അറ്റാക്കുള്ളതാണ്. ഒത്തിരി പാടുപെട്ട് വെള്ളം എനിക്ക് കൊണ്ട് തന്നത്. ഒരു പൈപ്പ് ലൈന് പൊട്ടിയപ്പോൾ അതിന് ബദൽ മാർഗം കണ്ടെത്തിയില്ല എന്നുള്ളത് തന്നെയാണ് വലിയൊരു അനാസ്ഥ ഈ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥായിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഈ വിഷയത്തിന് വേണം. തീർച്ചയായിട്ടും വേണം. നമുക്ക് എന്നും ഈ ടാങ്കിനെയോ അല്ലെങ്കിൽ ശാസ്താംകോട്ടയിലെ പൈപ്പ് ലൈനെ ആശ്രയിച്ച് നമുക്ക് പോകാൻ പറ്റില്ല. കാര്യം ഇപ്പം ഈ ദുരിത ജീവിതം തുടങ്ങിയത് ഇന്നും ഇന്നലെ അല്ല, ഒത്തിരി വർഷങ്ങൾ കൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങളാവുന്നുണ്ട്. ഇവിടെ ഈ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ ഈ കായലിൽ പൈപ്പ് പൊട്ടി ഞങ്ങൾ ഒരുപാട് ദുരിതം അനുഭവിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് ഹൈവേയുടെ പണി വന്നത്. ഇപ്പോൾ ചവറയിലെ പൈപ്പ് ലൈൻ കംപ്ലൈന്റ് ആയി. നമുക്ക് ഇതിനെ ആശ്രയിച്ചല്ല, നമുക്ക് ബദൽ സംവിധാനം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഒരു ബോർബില്ലർ അടിച്ച് നമുക്ക് ഈ തുരുത്തിനകത്ത് തന്നെ 105 ഭവനങ്ങളുണ്ട്, അവർക്ക് വെള്ളം കിട്ടും. ഈ കായലിൽ കൂടെ പോയി വെള്ളം കോരുക എന്ന് പറഞ്ഞാൽ വള്ളമുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഈ തുരുത്തിൽ 105 ഭവനങ്ങളുണ്ടെങ്കിൽ 25 വീട്ടുകാർക്ക് പോലും സ്വന്തമായി വള്ളമില്ല. ബാക്കിയുള്ളവരുടെ സഹായത്തോടുകൂടിയാണ് അവർക്ക് വെള്ളം കിട്ടുന്നത്. ഈ 25 വീട്ടിലുള്ളവർ പോരാൻ പോകുമ്പോൾ 2-3 പാത്രത്തിൽ വെള്ളം കൊണ്ട് കൊടുക്കാൻ ബാക്കി 75 വീട്ടുകാരും അങ്ങനെ പരസ്പരം സഹകരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ബദൽ സംവിധാനം എന്ന രീതിയിൽ നമുക്കൊരു ബോർവെല്ലർ അടിച്ചു തന്നാൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വെള്ളം കിട്ടുമെന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ.
പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും ഈ തുരുത്തിൽ കാലങ്ങളായിട്ടുള്ള ഈ പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിലെ ചവറയിലെ ഈ പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്നാണ് തുടർച്ചയായിട്ട് 8 ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഇവിടെ വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട്. ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു ബോർവെൽ ഇവിടെ അടിയന്തരമായിട്ട് വേണമെന്നുള്ളതാണ്. കൗൺസിലിന്റെ ഇടപെടലൊക്കെ അവർ വിസ്മരിക്കുന്നില്ല. പക്ഷേ അപ്പോഴും അധികാരികൾ കണ്ണടച്ചിരിക്കുന്നു. 78 മണിക്കൂർ കൊണ്ട് പരിഹരിക്കുമെന്നുള്ളതാണ് സ്ഥലം MLA ഇവർക്ക് നൽകിയ വാക്ക്. പക്ഷേ ആ വാക്ക് പോലും പാലിക്കാൻ കഴിയാതെ അതൊക്കെ പ്രഖ്യാപനമായി മാറിയിരിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ ഈ ഫാത്തിമ ഐലൻഡിലെ പ്രദേശവാസികൾ നമ്മോടൊപ്പം പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു MLനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.